സത്യമംഗലം ഫോറസ്റ്റ് അല്ലെങ്കിൽ വീരപ്പൻ്റെ സത്യമംഗലം കാടുകൾ. നമ്മൾ 90s കിഡ്, ഞാൻ 90s കിഡ് ആയതുകൊണ്ട് ഞാൻ പത്രത്തിലും ടി വിയിലുമൊക്കെ മുഴുനീളം നിറഞ്ഞു നിന്നൊരു പേരാണ് വീരപ്പൻ്റേത്, എൻ്റെയൊക്കെ കൊച്ചിലെ. കാരണം ചന്ദന കള്ളക്കടത്തും ആനയുടെ കൊമ്പ് മോഷണവും അങ്ങനത്തെ പല പല പരിപാടിയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. കുറേ മന്ത്രിമാരെ തട്ടിക്കൊണ്ടു പോവുക, അതിനകത്ത് കുറേ പേരെ കൊല്ലുന്നു, അങ്ങനത്തെ പല പല വാർത്തകൾ. അന്ന് വീരപ്പൻ്റെ ന്യൂസായിരുന്നു ഒട്ടുമിക്ക പത്രത്തിൻ്റെ ഹെഡ്ലൈനായിട്ട് വന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ മെയിൻ റോഡെല്ലാം പൊളിച്ചുകൊണ്ട് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഈ റോഡ് വഴി സത്യമംഗലം ഫോറസ്റ്റിലോട്ട് വന്നു. എന്തായാലും അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞ് അവിടെ പുലി ഇറങ്ങുന്നുണ്ട്, പുലിയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാറിലോട്ട് കയറണമെന്ന് പറഞ്ഞ് നാട്ടുകാർ പിന്തിരിച്ചുകൊണ്ട് ഫോറസ്റ്റിനകത്തോട്ട് കയറാൻ പറ്റിയില്ല. കാരണം പുലി എനിക്ക് പണ്ടേ പേടിയാട്ടോ. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. വേറെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. നമ്മളിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ വൈബ്രൻറ്റ് ആൻഡ് കളർഫുള്ളാണ് ഈ ഫോറസ്റ്റ്. പിന്നീട് നേരത്തെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ പുലി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ കണ്ടു. മാന്, മയിലൊക്കെ ഉണ്ട്, പക്ഷേ പുലിയെ മാത്രം പിന്നെയും കാണാൻ പറ്റിയില്ല. ആ ഒരു നിരാശയുണ്ട്. പിന്നെ കാട്ടുപോത്ത് പല ഭാഗങ്ങളിലും ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാട്ടുപോത്തിൻ്റെ ക്രോസിംഗ് ഉണ്ട്, വണ്ടി സൂക്ഷിക്കണം എന്ന്. എന്തായാലും ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ ഒരു അനുവാദമില്ലാത്തൊരു സ്ഥലമാണ്. കാരണം എല്ലാവർക്കും പേടിയാണ് പുലിയെ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോൾ തന്നെ പുറകെ വന്ന ബസ്സുകാരൊക്കെ പറഞ്ഞ മോനെ പ്രശ്നമാണ്, കയറിക്കോ, ഇവിടെ പുലി ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഞാനപ്പോഴത്തേക്കും കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും പറയേണ്ടത്, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരിക. ഞാൻ നേരെ തൃശ്ശൂർക്കാണ് പോയത്. തൃശ്ശൂർ വഴിയാണ് ആലപ്പുഴയ്ക്ക് വന്നത്. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ആലപ്പുഴ വരുവാണെങ്കിൽ മെയിൻ റോഡല്ലാത്ത വേറൊരു റൂട്ടാണിത്. ഇവിടെ ടോള് കുറച്ചുണ്ട്. ബന്ദിപ്പൂര് പോലെ ഫുൾ കംപ്ലീറ്റ് ടോൾ ഫ്രീ അല്ല, എങ്കിൽ ടോള് കുറച്ചുണ്ട്. പിന്നെ ഇതൊരു ഈറോഡ് ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ റോഡ് സത്യമംഗലം കാടിൽ നമ്മൾ ചെന്ന് കയറുന്ന കോയമ്പത്തൂരിലോട്ടാണ്. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ നല്ല റോഡാണ്, നമുക്ക് ടോളൊക്കെ എടുത്ത് പോകേണ്ടതായിട്ട് വരും, പക്ഷെ നല്ല റോഡാണ്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത 22 കൊടും വളവുകളാണ് ഉള്ളത്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. 22 എണ്ണത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വളവെടുക്കുന്നതനുസരിച്ച് ഓരോ വളവുകൾ വെച്ച് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട പോലെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഞാൻ കാണാനിടയായി. കാരണം വെച്ചാൽ നമ്പർ പ്ലേറ്റേ ഇല്ലാത്ത ബൈക്കുകൾ. നമ്മുടെ MVD ഒക്കെ എൻ്റെ പൊന്നെ എന്ത് സ്ട്രോങ്ങാണ്. ഇവിടെ നമ്പർ പ്ലേറ്റിനകത്ത് ചെറിയൊരു മാറ്റം, ചെറിയ ഗ്രാഫിക് മോഡിഫിക്കേഷൻ വെച്ചാൽ പോലും നമ്മളെ പറന്നു വന്ന് പിടിക്കുന്ന MVD ഉള്ള നാട്ടിൽ ജീവിക്കും എനിക്കിതൊക്കെ പുതുമയായിട്ട് തോന്നി. കാരണം നമ്പർ പ്ലേറ്റേ ഇല്ല. നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് 2 സ്ക്രൂ മാത്രം ഇട്ടിട്ട് ബൈക്കിൽ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ലാതെ ആൾക്കാർ ചന്നം ഭിന്നം പായുന്നു. അങ്ങനെയൊക്കെ കുറേ കാഴ്ചകൾ കണ്ട് പിന്നെ പ്രകൃതിയോട് ഒരു പ്രത്യേക കാറ്റും പ്രത്യേക തണുപ്പൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒഴുകി പോകാൻ പറ്റുന്നൊരു മസ്റ്റ്